നമസ്കാരം. എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം പ്രണവാമൃതം ചൊരിയുന്ന ദീപം 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 സദ്ഗ്രന്ഥ പാരായണം അനുഗ്രഹമായി തീരുന്നതിന് പിന്നിൽ പല കാരണങ്ങളുമുണ്ട്. ഏറ്റവും പ്രധാനമായത് അവ ഉൾക്കൊള്ളുന്ന ഈശ്വരീയ ശക്തിവിശേഷം തന്നെയാണ്. ശ്രീമദ് ഭഗവത്ഗീതയെ ഭഗവാൻ തന്നെ വിശേഷിപ്പിക്കുന്നത് തൻ്റെ ഗൃഹം എന്നാണ്. ശ്രീമദ് ഭാഗവതം ഭഗവാന്റെ പ്രത്യക്ഷ രൂപമാണെന്ന് പറയുന്നത് പ്രസിദ്ധമാണ്. അതുപോലെ ദേവീ മഹാത്മ്യത്തിലെ ഓരോ അക്ഷരവും മന്ത്രമാണ്. രാമായണം, മഹാഭാരതം, സൗന്ദര്യലഹരി തുടങ്ങി പാരായണത്തിനുപയോഗിക്കുന്ന എല്ലാ ഗ്രന്ഥങ്ങൾക്കും ഇത്തരം ഈശ്വരീയ ശക്തി അവകാശപ്പെടാനുണ്ട്. ഈ ദിവ്യശക്തി പാരായണം ചെയ്യുന്നവർക്ക് അനുഗ്രഹദായകമായി പ്രവർത്തിക്കുന്നു. സദ്ഗ്രന്ഥ പാരായണത്തിലൂടെ അനുഗ്രഹം ലഭിക്കുന്നതിനുള്ള മറ്റൊരു കാരണം അവയിലെ ആശയങ്ങൾ നമ്മിലുണ്ടാക്കുന്ന പരിവർത്തനമാണ്. അവയിലെ ഓരോ വരിയും നമ്മുടെ ഉള്ളിൽ ഗുണാത്മകമായ പരിവർത്തനമുണ്ടാക്കുന്നു. തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാർ പ്രശ്നോത്തര രത്നമാലിക ആലപിക്കുന്നത് കേൾക്കാം. പുത്രവിഷം ദുഷ്ടജനേ കിമിഹ ശൗചം ഭവേത് ഋണം നൃണാം കിമഭയമിഹ വൈരാഗ്യം ഭയമപി കിം വിത്തമേവ സർവേഷാം കുത്രവിഷം ദുഷ്ടജനേ കിമിഹ ശൗചം ഭവേത് ഋണം നൃണാം കിമഭയമിഹ വൈരാഗ്യം ഭയമപി കിം വിത്തമേവ സർവേഷാം. അടുത്തതായി ശങ്കര സ്തോത്രാമൃതം. ധൈര്യമാണ് ഏറ്റവും വലിയ ബലം. അവധാനതയില്ലാത്തത് മരണസമാനമാണ്. കടബാധ്യതയാണ് ഏറ്റവും വലിയ ശുദ്ധിയില്ലായ്മ. ശങ്കരാചാര്യരുടെ പ്രശ്നോത്തര രത്നമാലികയിലെ 90-ാം ശ്ലോകത്തിൽ പറയുന്ന ഈ ചോദ്യങ്ങളെയും അതിന് ആചാര്യൻ നൽകുന്ന മറുപടിയെയും വ്യാഖ്യാനിക്കുകയാണ് ശങ്കര സ്തോത്രാമൃതത്തിൽ സ്വാമി ചിദാനന്ദപുരി. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം.
പ്രശ്നോത്തര രത്നമാലികയിൽ 40-ാമത്തെ ശ്ലോകമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. അവിടെ എല്ലാവരുടെയും ആയുധം ശസ്ത്രം എന്താണെന്നുള്ള ചോദ്യത്തിന് യുക്തിയാണെന്ന് മറുപടി പറഞ്ഞു. എല്ലാവരുടെയും അമ്മ ആരാണെന്നുള്ള ചോദ്യത്തിന് ധേനുവാണ് എന്ന് മറുപടി പറഞ്ഞു. അതിനെക്കുറിച്ച് നമ്മൾ വിശദമായി ചിന്തിച്ചു. തുടർന്ന് കിന്നു ബലം യദ്ധൈര്യം കോ മൃത്യുർ യദവധാനരഹിതത്വം. കിന്നു ബലം, ബലം എന്താണ്? എന്താണ് ബലം? പലപ്പോഴും നമ്മൾ ബലം എന്താണെന്ന് ചോദിച്ചാൽ ശാരീരികമായ ബലം, കരുത്ത്, അഥവാ സൈനിക ബലം, അല്ലെങ്കിൽ പരിചാരക ബലം, ഇങ്ങനെയൊക്കെ കണക്കാക്കാറുണ്ട്. ഇതൊക്കെയാണ് ബലമെന്ന്. എന്നാൽ ഇവിടെ ആചാര്യൻ പറയുന്നത് ബലം ധൈര്യമാണ്. ഒരു മനുഷ്യൻ്റെ ധൈര്യമാണ് അവൻ്റെ പരമാർത്ഥത്തിലുള്ള ബലം. എന്തു തന്നെ ആയുധബലമുണ്ടെങ്കിലും ധൈര്യമില്ലാത്തവന് വിജയിക്കാൻ കഴിയില്ല. എത്ര തന്നെ അനുയായികളുണ്ടെങ്കിലും സൈന്യമുണ്ടെങ്കിലും ധൈര്യമില്ലാത്ത ഒരാൾക്ക് ജയമില്ല. ഇനി ഈ വകയിലൊക്കെ ന്യൂനത വന്നാലും ഉറച്ച ധൈര്യം ഒരു വ്യക്തിയിലുണ്ടെങ്കിൽ ഏതൊരു സാഹചര്യത്തെയും അവന് അഭിമുഖീകരിക്കാൻ കഴിയും. ഇനി ബാഹ്യമായി ജയം ലഭിച്ചില്ലെങ്കിൽ പോലും ധൈര്യശാലി ഏതൊരു പ്രതിസന്ധിയെയും അഭിമുഖീകരിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് ധൈര്യമാണ് ശരിയായ ബലം. ഇവിടെ ധൈര്യമെന്ന് പറയുമ്പോൾ ധീരൻ്റെ ഭാവമാണ്, ധീരതയുടെ ഭാവമാണ് ധൈര്യം. എന്താണ് ധീരത? ധിയം രാതി ഇതി ധീരഃ എന്ന് പറയാം. ബുദ്ധിയെ നിയന്ത്രിക്കുന്ന ആളാണ് ധീരൻ. അപ്പോൾ ബുദ്ധിയുടെ നിയന്ത്രണ സാമർഥ്യത്തിനാണ് ധൈര്യം എന്ന് പറയുന്നത്. പലപ്പോഴും ഇത് നമ്മൾ തെറ്റിദ്ധരിക്കാറുണ്ട്. ലോകത്തിൽ എന്തോ അവിവേകത്തെയോ അല്ലെങ്കിൽ സാഹസികതയെയോ ഒക്കെ ധൈര്യം എന്ന് പലപ്പോഴും പറയാറുണ്ട്. ധൈര്യം മനോബുദ്ധികളുടെ നിയന്ത്രണമാണ്. തൻ്റെ അധീനത്തിൽ തൻ്റെ മനസ്സും ബുദ്ധിയും നിലകൊള്ളുക. അതെല്ലാം ഉപാധികളാണ്, അതെല്ലാം കരണങ്ങളാണ്. കരണങ്ങൾ നമ്മുടെ അധീനത്തിലായിരിക്കണം. അങ്ങനെ നമ്മുടെ അധീനതയിൽ മനസ്സിനെ, ബുദ്ധിയെ ഉപലക്ഷണാർത്ഥത്തിൽ അതിനെടുത്ത് സകല ഉപാധികളെയും നിലനിർത്താൻ കഴിയുന്ന ആളാണ് ധീരൻ. ഈ ധീരൻ്റെ ഭാവമാണ് ധൈര്യം. ധൈര്യമാണ് ഏറ്റവും വലിയ ബലം. അത് എല്ലാവരും എപ്പോഴും ഓർമ്മിക്കേണ്ടുന്നൊരു വിഷയമാണ്. അതുപോലെ അടുത്ത ചോദ്യം, കഹ മൃത്യുഹു, മരണം ആരാണ്? എന്താണ് മരണം? മറുപടി, യത് അവധാനരഹിതത്വം, അവധാനത ഇല്ലാത്തതാണ്, ഇല്ലായ്മയാണ് മരണം. അവധാനത എന്ന് പറയുമ്പോൾ ഏത് മേഖലയിൽ നമുക്ക് വിജയം വേണമെങ്കിലും നിലനിൽപ്പ് വേണമെങ്കിലും അവധാനത വേണം. ചെയ്യുന്ന പ്രവൃത്തികളിൽ, ചെയ്യുന്ന പണികളിൽ, ചെയ്യുന്ന പഠനങ്ങളിൽ, എല്ലാ മേഖലയിലും ഏതൊരു പ്രവൃത്തി നമ്മൾ ചെയ്യുകയാണെങ്കിലും അവധാനത എന്ന് വെച്ചാൽ അതിൽ മനസ്സുറച്ചു നിൽക്കണം, ഏകാഗ്രത വേണം. പലതിലേക്ക് ഛിന്ന ഭിന്നമായി പോകുന്ന മനസ്സോടുകൂടെ നമുക്കൊന്നിലും വിജയിക്കാൻ കഴിയില്ല. ഇപ്പം എന്തെങ്കിലും ഒന്ന് പഠിക്കുകയാണെങ്കിലും എന്തെങ്കിലും ഒന്ന് ചെയ്യുകയാണെങ്കിലും ഒക്കെ വേണ്ടത് അവധാനതയാണ്. നമ്മുടെ മനസ്സ് അതിലുറച്ചു നിൽക്കണം, ഏകാഗ്രത വേണം. ഇപ്പോൾ സ്വന്തം മനസ്സിനെ, ബുദ്ധിയെ, തദ്വാരാ മറ്റ് കരണങ്ങളെ ഒരാശ്രയത്തിൽ ഉറപ്പിച്ച് നിർത്താനുള്ള ശേഷി നമുക്ക് വേണം. എങ്കിൽ നമുക്ക് ഏത് മേഖലയിലായാലും വിജയിക്കാം, ഏത് തൊഴിലിലും വിജയിക്കാം, ഏത് പഠനത്തിലും വിജയിക്കാം. എന്നാൽ അവധാനതയില്ലാത്ത ആളോ, അയാൾ എല്ലായിടത്തും പരാജയമായിരിക്കും, എല്ലായിടത്തും അയാൾ മരണത്തെ ഏറ്റുവാങ്ങും. അതുകൊണ്ടാണ് മരണം എന്താണെന്ന ചോദ്യത്തിന് അവധാനത ഇല്ലാത്തതാണ് മരണം എന്ന് മറുപടി പറഞ്ഞത്. തുടർന്ന് കുത്രവിഷം ദുഷ്ടജനെ കിമിഹാശൗചം ഭവേദൃണം നൃണാം കിമഭയമിഹ വൈരാഗ്യം ഭയമപി കിം വിത്തമേവ സർവേഷാം. കുത്രവിഷം ദുഷ്ടജനെ കിമിഹാശൗചം ഭവേദൃണം നൃണാം കിമഭയമിഹ വൈരാഗ്യം ഭയമപി കിം വിത്തമേവ സർവേഷാം. ഒന്നാമത്തെ ചോദ്യം, അതായത് 98ാമത്തെ ചോദ്യം, കുത്രവിഷം, വിഷം എവിടെയാണുള്ളത്? ഇത് വല്ലാത്തൊരു ചോദ്യമാണ്. കാരണം സാമാന്യമായി വിഷം എവിടെയാണുള്ളതെന്ന് ചോദിച്ചാൽ
വിഷജന്തുക്കളിൽ വിഷമുണ്ട്. സർപ്പത്തിലാണെങ്കിൽ സർപ്പത്തിൻ്റെ ദംശത്തിൽ വിഷമുണ്ട്. വിഷക്കായ്കളിലാണെങ്കിൽ ആ കായയിൽ വിഷമുണ്ട് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത്. പൊതുവായൊരു ചോദ്യമാണ്, എവിടെയാണ് വിഷമുള്ളത്? കുത്ര വിഷം? മറുപടി ദുഷ്ടജനേ. ദുഷ്ടജനങ്ങളിലാണ് വിഷമുള്ളത്. ദുഷിച്ച ജനങ്ങളിൽ സർവത്ര വിഷമാണ്, സർവാംഗം വിഷമാണ്. ഒരു വിഷഫലത്തിൽ ആ ഫലത്തിൽ മാത്രമേ വിഷമുള്ളൂ, ചെടിയിൽ വിഷമില്ല. വിഷപുഷ്പങ്ങളുണ്ട്, എങ്കിൽ ആ പുഷ്പത്തിലേ വിഷമുള്ളൂ, മറ്റു ഭാഗങ്ങളിലില്ല. സർപ്പത്തിന് വിഷമുണ്ടെന്ന് പറഞ്ഞാൽ സർപ്പത്തിൻ്റെ ദേഹത്തിലൊന്നും വിഷമില്ല, സർപ്പത്തിൻ്റെ ദംശത്തിലേ വിഷമുള്ളൂ. ഇങ്ങനെ ഓരോ ജന്തുവിനും അതത് സ്ഥലത്ത് ഒതുങ്ങിയിരിക്കുന്നതാണ് വിഷം. എന്നാൽ ദുഷ്ടജനങ്ങളിലോ സർവാംഗം വിഷം, സർവാംഗവും വിഷയുക്തമാണ്. ദുർജനങ്ങളെ സംബന്ധിച്ച് അവരുടെ നോട്ടം വിഷമാണ്, വാക്ക് വിഷമാണ്, ചിന്ത വിഷമാണ്, ശരീരത്തിലെ ഓരോ ചലനവും വിഷമാണ്. അപ്പോൾ ദുഷ്ടജനങ്ങളിൽ പൂർണ്ണമായി വിഷമാണുള്ളത്. അതാണ് കുത്രവിഷം ദുഷ്ടജനേ. അടുത്ത ചോദ്യം, കിമിഹ അശൗചം ഭവേത്? ഇവിടെ അശൗചം എന്ന് പറഞ്ഞാൽ എന്താണ്? അശൗചം ശുദ്ധിയില്ലായ്മ, ശൗചമില്ലായ്മ എന്താണ്? അപ്പോൾ സാമാന്യമായി നമ്മൾ കുളിക്കായിക, അല്ലെങ്കിൽ മലമൂത്രാദി വിസർജനം ചെയ്തിട്ട് ശുദ്ധീകരിക്കായിക, അല്ലെങ്കിൽ ദേഹത്ത് അഴുക്കുകൾ പുരണ്ടിരിക്കുന്ന അവസ്ഥ, ഇതൊക്കെയാണ് അശൗചം എന്ന് മനസ്സിലാവുന്നത്. അല്ലെങ്കിൽ മരണത്തോടനുബന്ധിച്ചുള്ളത്, സ്വഗൃഹത്തിലുള്ള പ്രസവത്തോടനുബന്ധിച്ചത്, അങ്ങനെയൊക്കെ നമ്മൾ ശൗചമില്ലായ്മയെ മനസ്സിലാക്കാറുണ്ട്. എന്നാൽ ഇവിടെ പറയുകയാണ്, നൃണാം മനുഷ്യന്മാർക്ക് അശൗചം എന്ന് പറഞ്ഞാൽ ഋണമാണ്, കടമാണ്. കടബാധ്യത ഉണ്ടെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ തലകുനിച്ച് നിൽക്കേണ്ടി വരും. ഒരിക്കലും നമ്മുടെ ശുദ്ധത പ്രദർശിപ്പിക്കാൻ നമുക്ക് കഴിയില്ല. അതുകൊണ്ട് മനുഷ്യന്മാരെ സംബന്ധിച്ച് കടക്കണിയിൽ പെടുന്നതാണ് ഏറ്റവും വലിയ അശൗചം. ഇത് മനസ്സിലാക്കി അതിൽ പെടാതെ ജീവിക്കാൻ നമുക്ക് കഴിയണം. ഇതാണ് സന്ദേശം. തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം. ഇനി സനാതനധർമ്മം. തിന്മയെ വളർത്തുകയല്ല, കുറയ്ക്കുകയാണ് മനുഷ്യർ ചെയ്യേണ്ട കർത്തവ്യം. ഭാഗവത കഥയിലൂടെ ഈ ആശയത്തെക്കുറിച്ച് വിവരിക്കുകയാണ് ഇന്ന് സനാതനധർമ്മത്തിൽ സ്വാമി ബ്രഹ്മസ്വരൂപാനന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ദശമസ്കന്ധത്തിലെ വസുദേവർ കംസൻ്റെ അടുക്ക യാചിക്കുന്ന അപേക്ഷകളും ഉപദേശങ്ങളുമൊക്കെയാണ് തൻ്റെ പത്നിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. നഹി അസ്യാസ്തേ ഭയം സൗമ്യാം യദ്വാഘാഹി ശരീരിണി പുത്രാൻ സമർപ്പിഷ്യേസ്യ യതസ്തേ ഭയമുത്ഥിതം. സൗമ്യ, ഏ സാധുശീല. അശരീരിണി വാക്ക്, ആകാശവാക്ക്, അശരീരി വാക്ക്. യത് യാതൊന്നിനെ ആഹ പറഞ്ഞു. അസ്യാഹ ഇവളിൽ നിന്ന് തേ നിനക്ക് ഭയം പേടി നഹിയില്ല. യതഹ ആരിൽ നിന്ന് തേ നിനക്ക് ഭയം പേടി ഉദ്ധിതം ഉണ്ടായിരിക്കുന്നുവോ അസ്യാഹ ഇവളുടെ പുത്രന്മാരെ സമർപ്പണം ചെയ്യുന്നേൻ. ഇവിടെ പറഞ്ഞതെല്ലാം കേട്ട് ഇങ്ങനെ നിന്ന കംസൻ്റെ അടുക്കെ അവസാനമായിട്ട് മറ്റൊരു കാര്യത്തിലേക്ക് കടക്കുകയാണ് വസുദേവർ. എന്താ, നിനക്ക് ഇവളെ കൊണ്ടല്ല ഒരു ഭയം ഉണ്ടാകുന്നത്, ഇവരുടെ പുത്രന്മാരെ കൊണ്ടല്ലേ ഭയം ഉണ്ടാകുന്നത്. അതുകൊണ്ട് നീ ചെയ്യേണ്ടത് എന്താ? ഇവളെ കൊല്ലണ്ട, ഇവളുടെ പുത്രന്മാരെ എല്ലാം നിനക്ക് ഞാൻ തന്നുകൊള്ളാം എന്ന് പറഞ്ഞു. ഇവിടെ ഒരു പരമാർത്ഥം നമ്മളോട് കാണിച്ചു തരികയാണ്. കാര്യം, ഒരു കുട്ടിയാണ്, 8ാമത്തെ കുട്ടിയാണ് കൊല്ലുമെന്ന് പറഞ്ഞത്. അതിന് പകരം ഈ മൊത്തം കുട്ടികളെ കൊടുക്കേണ്ട കാര്യമുണ്ടോ? 8 കുട്ടികളെ. അതിനെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത്രയധികം കോപത്തോടുകൂടി തൻ്റെ മരണത്തെ, അശരീര വാക്കിൽ കൂടെ കേട്ട തൻ്റെ മരണത്തെ നിശ്ചയപ്പെടുത്തിക്കൊണ്ട് നിൽക്കുന്ന കംസൻ്റെ മുമ്പിൽ തീർച്ചയായും ഇതിൽ പരം മറ്റൊന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 8ാമത്തേന്ന് പറഞ്ഞാലും ചിലപ്പോൾ പെട്ടെന്ന് തണുത്തെന്ന് വരില്ല. അങ്ങനെ കംസനെ തണുപ്പിക്കാനുള്ളൊരു ഉപായമാണ് ഏത്?
ഇപ്രകാരം അരുളി ചെയ്തത്. എങ്ങനെ? എല്ലാ കുട്ടികളെയും തരാം, പെട്ടെന്നങ്ങ് തണുത്തോളും ആൾ. ഇതൊരു വലിയ ഒറ്റമൂലി തന്നെയാണ്. കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഒരാളെ തണുപ്പിക്കാൻ വേറെ ഉപായമൊന്നും വേണ്ട, ഇത് തന്നെ മതി. പണ്ട് പറയുന്ന ഒരു ചെറിയ കഥ ഓർമ്മയുണ്ട്. ഈ കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ട് ചിന്തിക്കുമ്പം നമ്മൾ ചെയ്യുന്ന നന്മതിന്മകൾ എല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം. തിന്മ ഏത് നന്മ ഏത്? നമ്മൾ പറയുന്ന ചില കാര്യങ്ങളിൽ തിന്മയുണ്ടാകും, പ്രവർത്തിക്കുന്ന കാര്യങ്ങളിൽ തിന്മയുണ്ടാകും, പറയുന്ന കാര്യങ്ങളിൽ നന്മയുണ്ടാകാം, പ്രവർത്തിക്കുന്ന കാര്യങ്ങളിൽ നന്മയുണ്ടാകാം. ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. ഈ തിന്മകളെ ഒഴിവാക്കുക, അത് ഏതിലൂടെയാണ്? എല്ലാത്തിൻ്റെയും സമർപ്പണത്തിലൂടെ ഒന്നിനെ ശമിപ്പിക്കാൻ പറ്റുള്ളൂ. ഭഗവാന്റെ മുമ്പിൽ ഏതെങ്കിലും ഒന്നിനെയല്ല സമർപ്പിക്കേണ്ടത്, സർവാത്മനാ സമർപ്പിക്കുക. അങ്ങനെ സമർപ്പിക്കപ്പെടുമ്പോൾ മാത്രമാണ് ഭഗവത് പ്രീതി നമ്മളിൽ ഉണ്ടാകുകയുള്ളൂ. ആ ഭഗവത് പ്രീതിയാണ് നമുക്ക് കൈവരിക്കേണ്ടത്. നന്മയും തിന്മയും തിരിച്ചറിയാനുള്ള കഴിവ് നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കുക. എല്ലാത്തിനെയും സമർപ്പിച്ചുകൊണ്ട് എല്ലാ കുട്ടികളെയും സമർപ്പിക്കാമെന്നുള്ള ഒരു കാര്യം ചെയ്തുകൊണ്ട് കംസൻ്റെ ഉള്ളിലുള്ള തിന്മയെ വളർത്താതെ നന്മയെ വളർത്താനാണ് അവിടെ ശ്രമിച്ചത്. ശരിയാണല്ലോ, വസുദേവർ പറഞ്ഞു എന്ന് ചിന്തിപ്പിക്കാനുള്ളൊരവസരം. എന്ത്, കുട്ടികളല്ലേ എന്നെ കൊല്ലുന്നു, അതിന് എല്ലാവരെയും സമർപ്പിക്കാമെന്ന് പറഞ്ഞില്ലേ എന്ന് ഓർത്ത് അതിലൂടെ ഈ നിഗ്രഹമാകുന്ന തിന്മയിൽ നിന്ന് നന്മയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുക. അത് വലിയൊരു കാര്യം തന്നെയാണ്. എപ്പോഴും നമ്മൾ ആലോചിച്ചോണം, ഇതിലൂടെ നമുക്കൊരു വലിയ സന്ദേശം തരുന്നുണ്ട്. തിന്മയെ വളർത്തുകയല്ല, അതിനെ കുറയ്ക്കുക, ഇല്ലാതാക്കുക. അതാണ് ഒരു മനുഷ്യൻ ശരീരമെടുത്തതിന് ശേഷം ഈശ്വര ഭജനം ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട കർത്തവ്യകർമ്മം. ഈശ്വരഭജനം ചെയ്യാത്തവർ ചെയ്യുന്നില്ലേ എന്നുള്ളതല്ല, ആർക്കും ഇത് നന്മയെ വളർത്തുക എന്നുള്ളതാണ്. ഭജിച്ചാലും ഭജിച്ചില്ലേലും നന്മയെ വളർത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഒരിക്കൽ ഒരു രാജാവ് രാജകൊട്ടാരത്തിലെ മറ്റൊരു രാജ്യത്തെ ആക്രമിച്ച ഭടന്മാരെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുകയാണ്. മറ്റൊരു രാജ്യവും ആ രാജ്യത്തിലെ എല്ലാവരെയും ആക്രമിച്ചു, തൻ്റെ കൊട്ടാരത്തിൽ കൊണ്ട് നിർത്തിയിരിക്കുക. അതിൽ ആക്രമിച്ചതിൽ പിടിക്കപ്പെട്ടവരെയൊക്കെ കൊട്ടാരത്തിൽ കൊണ്ട് നിർത്തിയിരിക്കുകയാണ്. അവരെല്ലാം ബന്ധനസ്ഥരാണ്. അതിനകത്ത് ഈ യുദ്ധത്തിനകത്ത് കുഴലൂതുന്ന ഒരാളുണ്ട്, കുഴലൂത്തുകാരെന്ന് പറയും. അപ്പോൾ അദ്ദേഹത്തെയും ബന്ധനസ്ഥനാക്കി കൊണ്ടുവന്നിരിക്കുക. അപ്പോൾ ഇവരെല്ലാം കൊല്ലുക എന്നുള്ളതാണ് രാജകൽപ്പന. അപ്പോൾ ഉടനെ ഈ കുഴലൂതുന്ന ആൾ പറഞ്ഞു, അല്ലയോ മഹാരാജാവേ, ഞാൻ ഒരു തിന്മയും ചെയ്തിട്ടില്ല. എൻ്റെ കയ്യിലിരിക്കുന്ന ഈ വളഞ്ഞ കൊമ്പ് കൊണ്ട് ഊതിയെന്ന് മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് ഒരാളെ കൊല്ലുവോ ഒരു പ്രവൃത്തിയും ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് എന്നെ ഇതിൽ നിന്ന് ഒഴിവാക്കി തരണേ എന്ന് പറഞ്ഞു. ഉടനെ രാജാവ് പറഞ്ഞു, യുദ്ധത്തിൻ്റെ ആരംഭത്തിൽ യുദ്ധത്തിനെ പ്രേരിപ്പിക്കുന്ന രീതിയിൽ കുഴലൂതിയതാരാണ്? നീയാണ്. യുദ്ധത്തിൽ അവശരായി നിന്ന് പിന്തിരിയാൻ ശ്രമിക്കുന്നവർക്ക് പ്രേരണ നൽകിയതുമാരാണ്? നീയാണ്. അതുകൊണ്ട് തിന്മ ചെയ്യുന്നവരെക്കാളും തിന്മ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ കുറ്റം. അതുകൊണ്ട് തിന്മ പ്രേരിപ്പിക്കരുത് തിന്മ ചെയ്യാൻ. അതുകൊണ്ട് നിന്നെ ആദ്യം തൂക്കിലേറ്റട്ടെ എന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ ജീവിതത്തിൽ ഈ പറയുന്ന നന്മതിന്മകളിലൂടെ സഞ്ചരിക്കുമ്പം നമ്മുടെ ജീവിതത്തിലും തിന്മ ചെയ്യാനുള്ള പ്രേരണയോ തിന്മ ചെയ്യുകയോ അരുത് നമ്മളൊരിക്കലും. മറ്റുള്ളവരെ പ്രേരിപ്പിക്കുന്നതും ഈ കഥയിലൂടെ തന്നെ അതൊരു നഷ്ടബോധം തന്നെയാണ്. കാര്യം നമുക്ക് തന്നെ നഷ്ടമാണ്. കാര്യം നമുക്ക് നമ്മളെ കൈവിട്ടു പോകുന്ന ഒരവസ്ഥ. നിങ്ങളുടെ മനസാക്ഷിയെ, നിങ്ങളുടെ മനസ്സിനെ നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെടുമ്പോഴാണ് നിങ്ങൾക്ക് ദുഃഖം വരുന്നത്, ലക്ഷ്യബോധമില്ലാതെ വരുന്നത്, കർമ്മഗതി ഇല്ലാതെ വരുന്നത്, ശരി തെറ്റ് ഇതിനെക്കുറിച്ച് തിരിച്ചറിവില്ലാതെ വരുന്നത്. അതുകൊണ്ട് മനസാക്ഷിയെ ഒരിക്കലും നമ്മൾ മറ്റൊരിടത്ത് പണയം വയ്ക്കാണ്ടിരിക്കുക. അതിനെ സ്വതന്ത്രമാക്കി നന്മയുടെ ലോകത്ത് അതിങ്ങനെ പറന്ന് നടക്കട്ടെ. അതിൻ്റെ വെളിച്ചത്തിൽ ഈ ജീവിതം ഇരുട്ടറയ്ക്കുള്ളാകാതെ വെളിച്ചപൂർണ്ണമാകട്ടെ. അതിലൂടെ തന്നെയാണ് മനുഷ്യൻ ഊർജ്ജവത്താകേണ്ടത്. അതിലൂടെ തന്നെയാണ് മനുഷ്യൻ തിന്മയെ ജയിക്കേണ്ടത്. അപ്പോൾ
സ്വതന്ത്രരാകാനുള്ള ഉപായങ്ങളിലൊന്ന് നന്മ ചെയ്യാണ്ടിരിക്കുക, നന്മയ്ക്ക് പ്രേരിപ്പിക്കാണ്ടിരിക്കുക എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഇവിടെ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം മനസ്സിൽ വളരെയധികം ശ്രദ്ധാപൂർവം മനസ്സിൽ ഇരുത്തി ചിന്തിച്ച് ഉറപ്പിക്കുവാൻ ഞങ്ങൾക്ക് സാധിക്കട്ടെ. നമസ്കാരം. അടുത്തതായി ദീപാരാധനയാണ്. ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. ശംഖം ചക്രം കപാലം ത്രിശിഖസുമസലൗ തർജനീം ചാപബാണം ദീപം ഭക്തചിത്താബ്ജസുരം സുരമുനിഗണസേവ്യം തത്വമസ്യാദിലക്ഷ്യം ഹരിഹരസുതമേ